ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ PvP ഫാസ്റ്റായിട്ട് കളിക്കാം, ഏത് കൺട്രോളാണ് ബെസ്റ്റ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിലിവൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് വേറെ ആളിട്ട് റീച്ച് ഉണ്ടാക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ ഇത് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ടെക്നോബിളിൻ്റെ വീഡിയോയിൽ ഇട്ടിക്കണ്, ടെക്നോബിളിൻ്റെ പ്ലെയറിൻ്റെ സ്കിന്നാണ് ഇട്ടിക്കണ്. വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ടെക്നോബിളിൻ്റെ മുന്നേ ഫേമസ് ആയ ആളാണ്. അവൻ്റെ വീഡിയോ ഇട്ട് ഞാൻ ഇട്ടാൽ പോലും ഇത് ടെക്നോബിളിൻ്റെ തന്നെ എല്ലാവർക്കും അറിയുള്ളൂ, അല്ല എൻ്റെ എണ്ണം അറിയില്ല. അതാണ് വ്യത്യാസം. പിന്നെ ഇതിൽ ടെക്നോബിളിൻ്റെ സ്കിന്ന് ഉപയോഗിക്കുന്നത് ഞാൻ ഇൻസ്പിറേഷൻ ആയിട്ടായിരുന്നു, അല്ലാണ്ട് അവൻ്റെ ഇത് വീഡിയോ എടുത്ത് കോപ്പി ചെയ്യുന്ന പോലെ ചെയ്തതല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയറിന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോബിളിന്, അതുകൊണ്ടാണ് ഞാൻ സ്കിൻ ഇടുന്നത്. ഇപ്പോൾ ഇതിഹാസത്തിൽ കളിക്കുന്ന പ്ലെയേഴ്സ് എത്ര പേര് ഡ്രീമിൻ്റെ സ്കിൻ കളിക്കുന്നുണ്ട്, എത്ര മലയാളത്തിൽ ഡ്രീമിൻ്റെ സ്കിൻ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ ഡ്രീമിനെ കോപ്പി അടിച്ച് ഉണ്ടാക്കുന്നതാണോ? അല്ല, അത് അവർ ആ ഡ്രീമിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതിൽ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർ ഡ്രീമിൻ്റെ സ്കിൻ ഇട്ടാൽ അത് അവരുടെ സ്കിന്നാവാൻ പോകുന്നില്ല, അത് ഡ്രീമിൻ്റെ സ്കിന്നാണ് ശരിക്കും. കാരണം എന്താ, മുന്നേ ഡ്രീം ഫേമസ് ആണ്. ഇപ്പോൾ ഫേമസ് ആയ ആളുടെ സംഭവത്ത് ഇടുന്നു ഞാൻ. ഇതിനോട്ട് ഞാൻ പിഗിൻ്റെ സ്കിൻ ഇടാം. ഗൈസ്, മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനിൽ 3 കൺട്രോളാണ് വരുന്നത്. ഒന്നാമത്തെ കൺട്രോൾ, രണ്ടാമത്തെ കൺട്രോൾ ടച്ചാണ്. ഒന്നാമത്തെ കൺട്രോളിൽ ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, രണ്ടാമത്തെ കൺട്രോളിൽ ജോയ്സ്റ്റിക്ക് വരുന്നില്ല. അപ്പോൾ അത്ര ഡിഫറൻസ് ഉള്ളൂ. ഈ മൂന്നാമത്തെ കൺട്രോളാണ് സ്പ്ലിറ്റ് കൺട്രോൾ. അപ്പോൾ സ്പ്ലിറ്റ് കൺട്രോളിൽ ഏതാ ബെസ്റ്റ് കൺട്രോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുക സ്പ്ലിറ്റ് കൺട്രോളെന്ന് പറയുള്ളൂ. കാരണം സ്പ്ലിറ്റ് കൺട്രോളിൽ ടച്ചിൽ ചെയ്യാൻ പറ്റുന്ന കാര്യവും ചെയ്യാൻ പറ്റും, ടച്ചിൽ ചെയ്യാൻ പറ്റാത്ത കാര്യവും അതിൽ ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് കൺട്രോളാണ് ഫാസ്റ്റായിട്ട് ശരിക്കും കളിക്കാൻ പറ്റുക. അപ്പോൾ ടച്ച് കളിക്കുന്ന ആളുടെ അടുത്ത് സ്പിറ്റ് എടുത്ത് കളിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ സ്പിറ്റ് കളിക്കുന്ന ആളാണ് ജയിക്കുള്ളൂ. കാരണം വേറെ കാരണങ്ങൾ കൂടി ഉണ്ട്. പണ്ടത്തെ സ്പിറ്റിൻ്റെ പോലുള്ള പുതിയ സ്പിറ്റ്, കാരണം പണ്ടത്തെ സ്പിറ്റിൽ നീക്കണ സമയത്ത് ഇപ്പോൾ സ്ക്രീൻ നീക്കുമല്ലോ നമ്മൾ ഇങ്ങനെ എനിമി ജികളതിനനുസരിച്ച്. അപ്പോൾ സ്ക്രീൻ നീക്കണ സമയത്ത് നമുക്ക് അടിക്കാൻ പറ്റില്ല, പക്ഷേ ബ്ലോക്ക് ഇതൊക്കെ വയ്ക്കാൻ പറ്റും. പക്ഷേ സ്ക്രീൻ നീക്കണ സമയത്ത് നമുക്ക് അടിക്കാൻ പറ്റില്ല പണ്ടത്തെ സ്പിറ്റിൽ. ഒരു സ്ക്രീൻ നീക്കുമ്പോൾ ഒരെണ്ണടിക്കണം, രണ്ടാമത്തെ സ്ക്രീൻ നീക്കുമ്പോൾ ഒരെണ്ണടിക്കണം, അങ്ങനെ സ്ക്രീൻ നീക്കി കഴിഞ്ഞിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ എത്ര ഫിംഗർ ഉപയോഗിച്ച് കളിച്ചാലും, ഞാൻ പണ്ട് 3 ഫിംഗർ ആയിരുന്നു ഈ പോക്കറ്റ് എഡിഷനിൽ, എന്നിട്ട് എനിക്ക് പറ്റുണ്ടായില്ല. അതങ്ങനെ വർക്കാവില്ല ഇതിൽ. മറ്റേ ഇപ്പോൾ ബ്ലോക്ക് വെക്കുന്ന സംഭവം മാത്രം വർക്കാവുള്ളൂ നീക്കണ സമയത്ത്. പക്ഷേ അത് ഇപ്പോഴത്തെ സ്പ്ലിറ്റിൽ അത് പറ്റും, പക്ഷേ ടച്ചിൽ അത് പറ്റില്ല. പിന്നെ സ്പ്ലിറ്റിൻ്റെ വേറെ അഡ്വാൻറ്റേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിങ് ആണ്. ബ്രിഡ്ജിങ്ങിന് 2 ടൈപ്പ്, എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ബ്രിഡ്ജിങ് ആണ്. ഒരെണ്ണം 6 ആകും, ഒരെണ്ണം സ്ട്രൈറ്റ് ബ്രിഡ്ജും. ഈ 2 ഈസി ആയിട്ട് ടച്ചിനേക്കാളും ഫാസ്റ്റായിട്ട് സ്പ്ലിറ്റിൽ ചെയ്യാൻ പറ്റും. അതാണ് സ്പ്ലിറ്റ് കൺട്രോളിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. ഇത് അടുത്ത അഡ്വാൻറ്റേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടച്ചിൽ സ്നോ ബോൾ ഒരെണ്ണമായിട്ട് അമർത്തി പിടിക്കാണ്ട്, പ്രസ് ചെയ്യാണ്ട്, ഇപ്പോൾ പ്രസ് ചെയ്ത് പിടിക്കാണ്ട് സ്നോ ബോൾ വിടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വട്ടം പ്രസ് ചെയ്താൽ ഒരു ബോൾ പോവും, പിന്നെ വീണ്ടും ഒരു ബോൾ മാത്രമായിട്ട് എറിയണമെങ്കിൽ വീണ്ടും പ്രസ് ചെയ്യണം, അപ്പോൾ ഒരു ഡിലേ വരും. അപ്പോൾ ആ സംഭവം സ്പിറ്റിൽ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. സ്പിറ്റിൽ തീരെ ഡിലേ ഇല്ല, നമ്മൾ എത്ര ഫാസ്റ്റിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അത്ര ഫാസ്റ്റിലെ ബോൾ പോവും. അതാണ് സംഭവം. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കോട്ടും ഫ്രണ്ടോട്ടും അത് എറിയുന്നത് ബോൾ, അത് ഞാൻ അമർത്തി പിടിക്കുന്നില്ല, പ്രസ് ചെയ്ത് പിടിക്കുന്നില്ല, അത് ഓരോന്നോരോ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഡിലേ ഇല്ല, വേണ്ട അമർത്തി പിടിക്കുന്ന പോലെ തന്നെ തോന്നുന്നത്. അപ്പോൾ ടാപ്പ് ടച്ചിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് ബോർഡ് കേസിലായാലും സ്പിറ്റ് തന്നെ നല്ലത്. ബോയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 360 അടിക്കാൻ ബുദ്ധിമുട്ടാണ് ടച്ചിൽ. നമ്മൾ വീണ്ടും നീക്കുക, എല്ലാം ഒറ്റ വിരലുകൊണ്ടാണ് ഇതിൽ. ഇപ്പോൾ തമ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇതിൽ. സ്പിറ്റിൻ്റെ പോലെ 5 ഫിംഗർ 3 ഫിംഗർ 4 ഫിംഗർ അങ്ങനെ ഇതിൽ കാര്യം നടക്കില്ല. അതാണ് ഏറ്റവും ഡിസഡ്വാൻറ്റേജ് ഏതിൻ്റെ, ടച്ചിൻ്റെ. ഗൈസ്, ഇതൊക്കെയാണ് സ്പ്ലിറ്റിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ടച്ചിനാളും ടച്ചിനാളും അത്രയും ബെറ്ററാണ് സ്പ്ലിറ്റ്. അപ്പോൾ സ്പ്ലിറ്റ് വെച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ എല്ലാ കാര്യം നടക്കുള്ളൂ. ഇപ്പോൾ ടെക്നോവേഡ് വരെ ഒരു ദിവസം 3 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളൊന്നൊന്നുമല്ല. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്താലാണ് കളി കറക്റ്റ് വരുള്ളൂ. ഏത് കൺട്രോളായാലും ഇപ്പോൾ ടച്ചിലായാലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റിൻ്റെ അത്ര എത്താൻ പറ്റും. ഇപ്പോൾ റാഫേലിൻ്റെ പോലത്തെ പ്ലെയറില്ലേ, അവന് ടച്ചിൽ സ്പ്ലിറ്റ് പോലെ കളിക്കുന്നത് അജ്ജാതി കളിയാണ്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.